ഹായ് ഹലോ നമസ്കാരം. ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 അനിമൽ സെൽ സെഷൻ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അനിമൽ സെൽ അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അനിമൽ സെൽ ആൻഡ് പ്ലാന്റ് സെൽ എന്നൊക്കെ പഠിച്ചു. ഒരു സെല്ലിനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടായി. സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിംഗ് ഓർഗാനിസം. വാട്ട് ഈസ് സെൽ തിയറി? ദറ്റ് ഈസ് ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. Cells arise only from a pre-existing cell. It's a work of M.J. Schleiden and Theodor Schwann, then Rudolf Virchow. ഇനി എന്താണ് അനിമൽ സെല്ലിന്റെ 1 by 1 ആയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് അതിനകത്തുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സെല്ലിനെ സെല്ലാക്കി എടുക്കുന്നത്? പ്രോട്ടോപ്ലാസം ഉണ്ടാവും, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടാവും, ന്യൂക്ലിയസ് ഉണ്ടാവും, അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ് ആണ്. പ്രോട്ടോപ്ലാസം ഉണ്ടാവും, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടാവും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന്റെ സാധനങ്ങൾ. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് പ്രോട്ടോപ്ലാസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട് പ്രോട്ടോപ്ലാസിനെ കുറിച്ച്. പ്രോട്ടോപ്ലാസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താണ് ഈ പ്രോട്ടോപ്ലാസം? ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. ലിവിംഗ് സ്ട്രക്ചർ present inside the cell referred to as protoplasm differentiate the living beings from the non-living things. Non-living thingsനെയും ലിവിംഗ് തിങ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ലിവിംഗ് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പ്രോട്ടോപ്ലാസത്തിനെ കണക്കാക്കാം. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ലിവിംഗ് ഓർഗാനിസത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായി, സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടെ ചേർന്നതാണ് പ്രോട്ടോപ്ലാസം. അപ്പൊ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോപ്ലാസത്തിലെ ന്യൂക്ലിയസ് ഒഴിച്ചുള്ള ബാക്കി ഭാഗത്തിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഈ സൈറ്റോപ്ലാസത്തിലാണ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് കാണുന്നത്. ഹക്സ്ലി ആണ് 1868 പ്രോട്ടോപ്ലാസത്തെ ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ്, ജീവന്റെ കണിക എന്ന പേരിൽ അറിയപ്പെട്ടത്. ജീവന്റെ കണിക എന്ന് പറഞ്ഞത് ഹക്സ്ലി ആണ്. ഒരുപാട് തിയറീസ് ഉണ്ട്. പ്രോട്ടോപ്ലാസം തിയറി എന്ന് പറയുന്ന ഒരു തിയറിയിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് കുറെ തിയറി ഉണ്ട്. ആദ്യം ഫെലിക്സ് ഡുജാർഡിൻ, അദ്ദേഹമാണ് 1835 described this homogeneous jelly-like mass of the cell and gave the name sarcode. ആദ്യമായിട്ട് ഫെലിക്സ് ഡുജാർഡിൻ ആണ് ഈ ഹോമോജീനസ് ആയിട്ടുള്ള ഒരുപോലെ ഇരിക്കുന്ന ജെല്ലി പോലെയുള്ള ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തതും അതുപോലെ തന്നെ അതിന് ഒരു പേര് കൊടുത്തതും. ആ പേരായിരുന്നു സാർക്കോഡ്. അപ്പൊ പ്രോട്ടോപ്ലാസിന്റെ പഴയ പേര് സാർക്കോഡ് എന്നായിരുന്നു. ആ പേര് കൊടുത്തത് ഫെലിക്സ് ഡുജാർഡിൻ ആയിരുന്നു. ഫെലിക്സ് ഡുജാർഡിൻ ആയിരുന്നു 1835. ഹക്സ്ലി ആണ് പ്രോട്ടോപ്ലാസം ആണ് ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത്. സയന്റിസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സയന്റിസ്റ്റുകളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ സെൽ എന്ന് പറയുന്ന ടോപ്പിക്. അത് സെല്ലിനകത്ത് സെൽ ഓർഗനൽസ്, സെൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒക്കെ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് സയന്റിസ്റ്റുകളെ കുറിച്ച് പഠിച്ചോളൂ. ഇതിനകത്ത് ഒരു പ്രോട്ടോപ്ലാസം തിയറി ഉണ്ട്. അതിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് കുറെ ആൾക്കാർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ അല്ലെ, ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും പലരുടെയും. ഒരു വീട് കെട്ടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സ്ഥലം കണ്ടുപിടിക്കണം, അവിടെ എന്താ പറയാ ബേസ്മെന്റ് ഇടണം, അതിനുശേഷം നമ്മൾ വീട് കെട്ടിപ്പൊക്കാറുള്ളൂ. അതുപോലെ ഇതിനൊക്കെ ബേസ്മെന്റ് ഇട്ട കുറെ ആൾക്കാരുണ്ട്. അതിൽ ഒന്നാമത്തെ ആളാണ് ഹക്സ്ലി. ഒന്നാമത്തെ ആളല്ല, നമുക്ക് ഹക്സ്ലി ആണ് ഫിസിക്കൽ ബേസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആൾ നമുക്ക് പറയാൻ പറ്റില്ല. ഫെലിക്സ് ഡുജാർഡിൻ ആണ് ഈ ഹോമോജിനസ് ജെല്ലി ലൈക്ക് മാസ് ഓഫ് ദ സെല്ലിനെ ഡിസ്ക്രൈബ് ചെയ്തതും അതിന് സാർക്കോഡ് എന്ന പേര് കൊടുത്തതും. പിന്നെ അത് കഴിഞ്ഞപ്പോ പെർക്കിഞ്ചി വന്നു. 1839 പെർക്കിഞ്ചി ടേംഡ് ഇറ്റ് ആസ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം എന്ന് വിളിച്ചത് പെർക്കിഞ്ചി ആണ്. പ്രോട്ടോപ്ലാസം എന്താണെന്ന് അറിയാലോ? ഇറ്റ് ഈസ് എ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഓഫ് ലിവിംഗ് മാറ്റർ ഫൗണ്ട് വിത്തിൻ ദ മെംബ്രെയിൻ ഓഫ് സെൽ. ഒരു സെൽ മെംബ്രെയിൻ, ഒരു സെല്ലിനെ കവർ ചെയ്തുകൊണ്ട് സെൽ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ സെൽ മെംബ്രെയിൻ അകത്ത് കാണുന്ന ലിവിംഗ് മാറ്റർ അല്ലെങ്കിൽ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ബോൺ മോൾ ആണ് emphasize its role in cell division including other metabolic process of the cell. ശരിക്കും പറഞ്ഞാൽ പ്രോട്ടോപ്ലാസിന്റെ ഫംഗ്ഷൻ എന്താണ്, അത് സെൽ ഡിവിഷനിൽ എന്ത് റോളാണ് വഹിക്കുന്നത്, ബാക്കി എന്തൊക്കെ മെറ്റബോളിക് പ്രോസസ് ആണ് സെല്ലിനുള്ള എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് വോൺ മോൾ ആണ്. കുറെ സയന്റിസ്റ്റുകളുടെ പേര് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. ആ സയന്റിസ്റ്റുകളെയൊക്കെ പ്രത്യേകം ഒരു പേപ്പർ എടുക്കുക. ഇത് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സെല്ല് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ സയന്റിസ്റ്റിന്റെ പേര്, അവരെന്താ പറഞ്ഞെന്നുള്ളത് എഴുതുക. അതുപോലെ തന്നെ സെൽ ഓർഗനൽസിനൊക്കെ വേറെ വേറെ പേരുണ്ടാവും. ആ സെൽ ഓർഗനൽസിന് പറയുന്ന വേറൊരു പേര്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ന്യൂക്ലിയസിനെ കുറിച്ച് പറയാൻ ഡയറക്ടർ ഓഫ് ദ സെൽ എന്ന് പറയും, ബ്രെയിൻ ഓഫ് ദ സെൽ എന്ന് പറയും, മാസ്റ്റർ ഓഫ് ദ സെൽ എന്ന് പറയും. അങ്ങനെ പറയുന്നതൊക്കെ വേറൊരു പേപ്പറിൽ എഴുതാം. അപ്പൊ സയന്റിസ്റ്റുകളും അവരെ പറയുന്ന പേരുകളും എഴുതി കഴിഞ്ഞാൽ സെല്ലിന്റെ ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടുന്നുള്ളതാണ് സത്യം.
വോൺ മോൾ എംഫസൈസ് ചെയ്തു സെൽ ഡിവിഷൻ, ബാക്കിയുള്ള മെറ്റബോളിക് പ്രോസസ്സിൽ എന്തൊക്കെയാണ് ഈ പ്രോട്ടോപ്ലാസിന്റെ റോള് എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹമാണ്. പ്രോട്ടോപ്ലാസം തിയറി. പ്രോട്ടോപ്ലാസം എല്ലാവരുടെയും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, മേജർ ആയിട്ടുള്ള കുറച്ച് പേരാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്? എക്സിസ്റ്റൻസ് ഓഫ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ പ്രോട്ടോപ്ലാസം ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും പ്രോട്ടോപ്ലാസത്തിൽ ഉള്ള സിമിലാരിറ്റീസിനെ കുറിച്ചാണ് മാക്സ് ഷൂൾസ് പറഞ്ഞത്. അദ്ദേഹമാണ് ഫേമസ് പ്രോട്ടോപ്ലാസം തിയറി പ്രപ്പോസ് ചെയ്തത്. മാക്സ് ഷൂൾസ് ആണ് പ്രോട്ടോപ്ലാസം തിയറി പ്രപ്പോസ് ചെയ്തത് അദ്ദേഹമാണ്. അതുപോലെ പ്ലാന്റ്സിന്റെ പ്രോട്ടോപ്ലാസവും അനിമൽസിന്റെ പ്രോട്ടോപ്ലാസവും തമ്മിലുള്ള സിമിലാരിറ്റിയെ കുറിച്ച് പറഞ്ഞതും മാക്സ് ഷൂൾസ് ആണ്. ഈ തിയറി അനുസരിച്ച് പ്രോട്ടോപ്ലാസം ആണ് ഒരു സെല്ലിന്റെ പ്രധാനപ്പെട്ട ഭാഗം, എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യുന്ന ഭാഗം. അതിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസും ഉണ്ട്. നമുക്ക് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും അതിനെ കവർ ചെയ്തൊരു സെൽ മെംബ്രെയിനും ഉണ്ട്, അതാണ് പ്രോട്ടോപ്ലാസം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ പറഞ്ഞാൽ സെൽ മെംബ്രെയിൻ അകത്താണ് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും അടങ്ങുന്ന പ്രോട്ടോപ്ലാസം ഉള്ളത്. സൈറ്റോപ്ലാസും ന്യൂക്ലിയസും കൂടി ചേർന്നാലാണ് പ്രോട്ടോപ്ലാസം ആവുന്നത്. ആ പ്രോട്ടോപ്ലാസിന് ഒരു ബൗണ്ടറി ഉണ്ട്, ആ ബൗണ്ടറിയാണ് സെൽ മെംബ്രെയിൻ. But the existence of similarities between the protoplasm of plants and animals was described by Max Schulz, who proposed the famous protoplasm theory. According to this theory, protoplasm is the main part of the cells, performing all the physiological activity of the cell. It includes the ground substance cytoplasm, having nucleus and limited by cell membrane. പ്രോട്ടോപ്ലാസം എന്താണെന്ന് മനസ്സിലായി. പ്രോട്ടോപ്ലാസിനകത്ത് നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാൻ വേണമെങ്കിൽ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിനകത്തുള്ള ജെല്ലി ലൈക്ക് സാധനത്തിനെയാണ് നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. Okay, protoplasm refers to living matter of the cell, which is a collective term used for the combination of cytoplasm and nucleoplasm. It is a protoplasmic fluid which comprises nucleic acids, various proteins, lipids, carbohydrates, inorganic salt, water droplets. ഇത് വേഗം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ സൈറ്റോപ്ലാസവും ന്യൂക്ലിയോപ്ലാസവും കൂടെ അടങ്ങിയ ഒന്നാണ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം ആണ് ഒരു ലിവിങ് മാറ്ററിന്റെ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. യൂക്കാരിയോട്ടിക് സെൽ ഈസ് പാർട്ടീഷൻഡ് ഇൻടു 2 പാർട്ട്. ഒരു യൂക്കാരിയോട്ടിക് സെൽ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ടാവും, ഒരു സൈറ്റോപ്ലാസും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ചേർന്നാൽ പ്രോട്ടോപ്ലാസം ആയി. പ്രോട്ടോപ്ലാസം ഇൻ ദ മിഡിൽ ഓഫ് ദ സെൽ മെംബ്രെയിൻ ആൻഡ് ദ ന്യൂക്ലിയസ് വിൽ ബി ടേംഡ് ആസ് സൈറ്റോപ്ലാസം. അതായത് നമ്മുടെ ന്യൂക്ലിയസ് സൈറ്റോപ്ലാസിനെ വിട്ട് കഴിഞ്ഞാലുള്ള ബാക്കി സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടെ ചേർന്നാണ് പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ന്യൂക്ലിയസ് ഒഴികെയുള്ള ന്യൂക്ലിയസ് ഒഴികെയുള്ള പ്രോട്ടോപ്ലാസിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതുപോലെ പ്രോട്ടോപ്ലാസം അക്യൂമുലേറ്റഡ് ഇൻസൈഡ് ദ സെൽ ന്യൂക്ലിയസ് വിൽ ബി കോൾഡ് ആസ് ന്യൂക്ലിയോപ്ലാസം. നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ള ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ന്യൂക്ലിയോപ്ലാസം. ഇത്രയൊന്നും കൺഫ്യൂഷൻ ഇല്ല. ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയസ് ഒഴിച്ചുള്ള ബാക്കി ഭാഗത്തുള്ളത് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസും ന്യൂക്ലിയോപ്ലാസും കൂടി ചേർന്ന പ്രോട്ടോപ്ലാസം ആയി. ഇത്രയേ ഉള്ളൂ. കമ്പോണൻസ് ഓഫ് ദ സെൽ പ്രോട്ടോപ്ലാസം. എന്തൊക്കെയാണ് പ്രോട്ടോപ്ലാസിലെ കമ്പോണൻസ്? ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയോപ്ലാസം ഉണ്ട് അല്ലെ. പ്രൈമറി എലിമെന്റ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ആണ്. സൈറ്റോപ്ലാസിനകത്താണ് എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരിരിക്കുന്നത്. അതായത് ഒരു കൂട്ടുകുടുംബത്തിലെ ഒരു എല്ലാ പ്രധാനപ്പെട്ട അംഗങ്ങളെയാണ് നമ്മൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എന്ന് പറയുന്നത്. ഈ ഓർഗനൽസിൽ എല്ലാവരും ഇരിക്കുന്നത് സൈറ്റോപ്ലാസിലാണ് അല്ലെ. സൈറ്റോപ്ലാസം ആണ് പ്രൈമറി എലിമെന്റ്. അതൊരു ഫ്ലൂയിഡ് ആണ് അല്ലെ. അതിനകത്ത് സസ്പെൻഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ഡിസോൾവ് ആയിട്ട് ലിവിങ് മാറ്റർ ഒക്കെ ഉണ്ടാവും. മൈറ്റോകോൺഡ്രിയ, ഗോൾഗി ബോഡീസ്, റൈബോസോം എല്ലാം ഈ സൈറ്റോസോളിലാണ് കാണുന്നത്. സൈറ്റോപ്ലാസിനകത്ത് 90% വാട്ടർ, 7% പ്രോട്ടീൻ, 2% കാർബോഹൈഡ്രേറ്റ് ആൻഡ് 1% ഇൻഓർഗാനിക് മിനറൽസ്. അത് എല്ലാ റിയാക്ഷൻസ് നടക്കാനുള്ള, അതായത് അതിനകത്താണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയ, റൈബോസോം, ലൈസോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എല്ലാവരും ഇരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും വേറെ വേറെ പണിയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ബയോകെമിക്കൽ റിയാക്ഷൻ ഉണ്ടോ, നമ്മുടെ ലൈഫ് പ്രോസസ്സിനെ സഹായിക്കാൻ പറ്റുന്ന എന്തൊക്കെ പ്രോസസ് ഉണ്ടോ അതിനൊരു ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സൈറ്റോപ്ലാസം ചെയ്യുന്നത്. 3 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ് സൈറ്റോപ്ലാസിനുള്ളത്. ഒന്ന്, വാട്ടറി. Cytosol comprises a transparent and homogeneous fluid which absorbs light to make the organelles visualized to us under a light microscope. നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണെങ്കിൽ, ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഈ സെൽ ഓർഗനൽസിനെയൊക്കെ കാണാൻ പറ്റുന്ന പോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരേപോലത്തെ ഒരു ഫ്ലൂയിഡ് ആണ് നമ്മുടെ വാട്ടറി ആയിട്ടുള്ള ഒന്നാണ് സൈറ്റോസോൾ എന്ന് പറയുന്നത്. മോഷൻ, ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോഷൻ ആണ്. കാരണം സൈറ്റോസോൾ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് നേച്ചറുള്ള സാധനം എന്ത് ചെയ്യും?
കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്. ദ ഓർഗനൽസ് ഓഫ് എ പ്ലാന്റ് ആൻഡ് അനിമൽ സെൽ ആർ ഇൻ കണ്ടിന്യൂസ് മോഷൻ. കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള കാരണം സൈറ്റോസോളിന്റെ ഫ്ലൂയിഡ് നേച്ചർ ആണ്. Living matter. Cytoplasm contains the living matter as the organelles within the cytosol are in continuous motion. Living nature of the cell is primarily characterized the movement of cytoplasmic content as per the cytoplasmic reaction. In contrast, a cell is considered as dead if the organelles are metabolically inactive. അതായത് സെല്ലിനകത്തുള്ള അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ലിവിങ് ആണ്. ലിവിങ് അല്ല എന്നപ്പോഴാണ് നമ്മൾ പറയുക, അതിനകത്തുള്ള ഓർഗനൽസ് എല്ലാം മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആകുമ്പോഴാണ് നമ്മൾ പറയുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറഞ്ഞു. ഇറ്റ് ഈസ് വാട്ടറി, അത് കണ്ടിന്യൂസ് മോഷനിലാണ്, അതിനകത്തുള്ള ആൾക്കാരൊക്കെ ലിവിങ് ആണ്. സെൽ ന്യൂക്ലിയസ് ആണ് രണ്ടാമത്തെ ഭാഗം. നമ്മൾ ആദ്യം സൈറ്റോപ്ലാസം പറഞ്ഞു, ഇനി അടുത്ത സെൽ ന്യൂക്ലിയസ്. സെൽ ന്യൂക്ലിയസ് ആണ്, നിങ്ങളോട് നോക്കിക്കോ. സെൽ ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ. സെല്ലിനെ കവർ ചെയ്ത ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഉണ്ട്. ആ ഡബിൾ ലെയർഡ് മെംബ്രെയിനെയാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ. ആ ന്യൂക്ലിയർ മെംബ്രെയിനിൽ ഒരു ഔട്ടർ മെംബ്രെയിനും ഒരു ഇന്നർ മെംബ്രെയിനും, അല്ലെ, ഒരു ഔട്ടർ മെംബ്രെയിനും അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പില് ഒരു ഔട്ടർ മെംബ്രെയിനും ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ടായിരിക്കും. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു, അല്ലെ. അതില് ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഓക്കെ, ഇന്നർ മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ. അതുപോലെ അതിനകത്ത് കാണുന്ന സൈറ്റോപ്ലാസത്തിനെ പോലെ അല്ലെങ്കിൽ അതിനകത്ത് കാണുന്ന സെല്ലിനകത്ത് കാണുന്ന നമ്മൾ സൈറ്റോപ്ലാസം, പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന പോലെ ന്യൂക്ലിയസിനകത്ത് കാണുന്നതിന് നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയും. ന്യൂക്ലിയോപ്ലാസം. ഓക്കെ, ന്യൂക്ലിയസിനകത്ത് കാണുന്ന ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയസിനകത്ത് കാണുന്ന വളരെ ചെറിയ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ന്യൂക്ലിയോലസ്. പിന്നെ അതിനകത്ത് എന്തുണ്ടാവും? ക്രോമസോംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ടാവും. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസ് ഇങ്ങനെയാണെങ്കിൽ, ഒരു ന്യൂക്ലിയസ് നമുക്ക് ഏകദേശം ഈ ഷേപ്പ് ആണല്ലോ, ഒരു ന്യൂക്ലിയസ് ഇങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത്. ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആണ് കണ്ടൻസ് ചെയ്ത് ക്രോമസോംസ് ആയി മാറുന്നത്. സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോംസ് ആയിട്ട് മാറുന്നത്. ഈ ന്യൂക്ലിയസിനെ കവർ ചെയ്തുകൊണ്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്കിടയ്ക്ക് പോസ് ഉണ്ടാവും. അതിനെ നമ്മൾ ന്യൂക്ലിയോ പോസ് എന്ന് പറയാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത് ഒരു സെല്ലും അല്ലെങ്കിൽ ഒരു സെല്ലിനകത്ത് ന്യൂക്ലിയോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത് ഈ ന്യൂക്ലിയസിലുള്ള പോസിൽ കൂടെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ന്യൂക്ലിയസിനെ കുറിച്ച് ജനറൽ ആയിട്ട് പറയാനുള്ളത്. എ സെൽ ന്യൂക്ലിയസ് ഇസ് എ സെക്കൻഡ് കമ്പോണന്റ് ഓഫ് ദ പ്രോട്ടോപ്ലാസം. ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം, which is the control unit of all the eukaryotic cell. എല്ലാ eukaryotic സെല്ലിന്റെയും കൺട്രോൾ യൂണിറ്റ് ആണ്. ബ്രെയിൻ ഓഫ് ദ സെൽ, മാസ്റ്റർ ഓഫ് ദ സെൽ, ഡയറക്ടർ ഓഫ് ദ സെൽ എന്നൊക്കെ പറയപ്പെടുന്ന സെൽ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആരാ കണ്ടുപിടിച്ചത്? റോബർട്ട് ബ്രൗൺ. ആരാണ്? റോബർട്ട് ബ്രൗൺ. നമ്മൾ ഇത്രയും നേരം പഠിച്ച സയന്റിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരാളുടെ പേരും കൂടിയായി. ന്യൂക്ലിയസ് വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ബ്രൗൺ. ഇതിനകത്ത് ന്യൂക്ലിയോലസ് ഉണ്ട്, ന്യൂക്ലിയോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയോപ്ലാസത്തിൽ ന്യൂക്ലിയോലസ് ഉണ്ട്, ന്യൂക്ലിയോലസിന്റെ കൂടെ തന്നെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട്. As the life process like growth, reproduction, metabolism, etc. are controlled by the genes found within the chromosome content of the nucleus, it primarily comprises a nucleoplasm which is encircled by a nuclear envelope. അതായത് ഒരു നമുക്കറിയാം സൈറ്റോപ്ലാസ്റ്റിനെ എൻസർക്കിൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്റ്റിനെ കവർ ചെയ്തുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളതുപോലെ തന്നെ ന്യൂക്ലിയോപ്ലാസ്റ്റിനെ കവർ ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ മെംബ്രെയിനും ഉണ്ട്. A protoplasm without a nucleus is known as cytoplasm. സൈറ്റോപ്ലാസ്റ്റിനകത്ത് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് എല്ലാം ഉണ്ട്. And protoplasm embedded within the nucleus is known as nucleoplasm. അപ്പൊ at last the cytosol is the rest of the fluid that is without cell organelles. അപ്പൊ നമുക്ക് സൈറ്റോപ്ലാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ന്യൂക്ലിയോപ്ലാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനിയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കുന്നത്. It only indicates living components of the cell. In eukaryote, the protoplasm categorizes into two components, cytoplasm and nucleus. Prokaryote, the whole cytoplasm is considered as prokaryotic protoplasm. It is composed of polar substances like water, micromolecules, macromolecules, ions, inorganic salt, monosaccharide, amino acid ഒക്കെ വരും. പ്രോകാരിയോട്ടിക് ന്യൂക്ലിയസ് എന്ന് പറയും, അല്ല പ്രോകാരിയോട്ടിക് പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറൻസിയേഷൻ ഇല്ലാത്തതിന്റെ കാരണം പ്രോകാരിയോട്സിലെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. പ്രോകാരിയോട്ടിലെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് വെൽ ഡിഫൈൻഡ് അല്ല. അങ്ങനെ വരുമ്പോ അതിന് പ്രത്യേകിച്ച് ഒരു പ്രോകാരിയോട്ടിക് പ്രോട്ടോപ്ലാസം, പ്രോകാരിയോട്ടിക് സൈറ്റോപ്ലാസം എന്നൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഒന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. It contains all the organic and inorganic elements which are necessary for building up of the new cells.
a protoplasm embedded within the nucleus and the part accumulated within the cell membrane, and the nucleus is termed as nucleoplasm and cytoplasm respectively. ഞാൻ വീണ്ടും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസ്റ്റിന് വിസ്കോസിറ്റി ഉണ്ട്. അത് കോൺസെൻട്രേറ്റഡ് പ്രോട്ടീൻ സൊല്യൂഷന്റെ വിസ്കോസിറ്റി പോലെ തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ഈ സൈറ്റോപ്ലാസത്തില് എന്തുണ്ട്? സൈറ്റോപ്ലാസ്റ്റില് നിറച്ചും ഗ്രാനുൾസ് ഉണ്ട്. അപ്പൊ ഗ്രാനുൾസ് ഉള്ളത് കൊണ്ട്, ഈ ഗ്രാനുലാർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് സൈറ്റോപ്ലാസ്റ്റില് അതിന് സിമിലർ ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് പ്രോട്ടീൻ സൊല്യൂഷന്റെ അതേപോലത്തെ വിസ്കോസിറ്റി ആണ് ഉള്ളത്. ഫിസിക്കൽ നേച്ചർ ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിന്റെ ഫിസിക്കൽ നേച്ചർ എന്തൊക്കെയാണ്? പ്രോട്ടോപ്ലാസം ഒപ്റ്റിക്കലി ഹോമോജീനസ് ആണ്, ഇലാസ്റ്റിക് ആണ്, കളർലെസ് ആണ്, ജെല്ലി ലൈക്ക് ആണ്. അത് സെമി ട്രാൻസ്പെറന്റ് ആയിട്ട് വരാം. ഏകദേശം 80 to 90% ഓഫ് വാട്ടർ ആണ് പ്രോട്ടോപ്ലാസ്റ്റ്. നമ്മുടെ ബോഡിയിൽ മിക്കവാറും എല്ലായിടത്തും വാട്ടർ ആണ് അല്ലെ. ഇറ്റ് അപ്പിയേഴ്സ് ഗ്രാനുലാർ കണ്ടെയ്നിങ് മെനി വാക്യൂൾസ്. It responds as well to external stimuli like electric shock, heat, cold, chemicals, etc. അപ്പൊ സിമുലേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റിങ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ഇതിനകത്ത് ഒരുപാട് സോല്യൂബിൾ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. സോൾട്ട് ഉണ്ട്, ഷുഗർ ഉണ്ട്, മിനറൽസ് ഉണ്ട്, കുറെ എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. ഇങ്ങനെ ഉള്ള ഒരു സൊല്യൂഷനെയാണ് നമ്മൾ കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് സോല്യൂബിൾ ആയിട്ടുള്ള ഒരുപാട് സോല്യൂബിൾ പാർട്ടിക്കിൾസ് ഉണ്ട്. സോൾട്ടും ഷുഗേഴ്സും മിനറൽസും ഒക്കെ ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു സൊല്യൂഷനെ നമ്മൾ കൊളോയിഡൽ സൊല്യൂഷൻ എന്നും അതിനകത്തുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ കൊളോയിഡ്സ് എന്നും പറയും. അപ്പൊ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലോ കൊളോയിഡൽ സൊല്യൂഷൻ ആണെന്ന് പഠിച്ചോളാം. പ്രോട്ടോപ്ലാസം ഈസ് എ ക്രിസ്റ്റലോ കൊളോയിഡൽ സൊല്യൂഷൻ. ഇതിന്റെ കൊളോയിഡൽ സ്ട്രക്ചർ, പ്രോട്ടോപ്ലാസിന്റെ കൊളോയിഡൽ സ്ട്രക്ചർ പറഞ്ഞത് ആരാന്ന് ചോദിച്ചാല് ഫിഷർ ആൻഡ് ഹാർഡി ആണ്. അടുത്ത സയന്റിസ്റ്റിന്റെ പേരായ ഫിഷർ ആൻഡ് ഹാർഡി ഇൻ 1894 and 1899 respectively. അതായത് ഫിഷർ പറഞ്ഞത് 1894 ഹാർഡി പറഞ്ഞത് 1899 ഇൻ ദ കൊളോയിഡൽ നേച്ചർ ഓഫ് പ്രോട്ടോപ്ലാസം. അടുത്ത സയന്റിസ്റ്റിന്റെ ലിസ്റ്റില് അടുത്ത സയന്റിസ്റ്റിന്റെ പേരായിട്ട് എഴുതിക്കൊള്ളുക. വിസ്കോസിറ്റി ഓഫ് ദ പ്രോട്ടോപ്ലാസം വാട്ടറിനേക്കാളും കൂടുതലാണ്. പ്രോട്ടോപ്ലാസം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്യും. വാട്ടറിനേക്കാളും വിസ്കസ് ആണ്. അതായത് വിസ്കോസിറ്റി ഓഫ് പ്രോട്ടോപ്ലാസം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. അതൊരൊറ്റ കാരണം കൊണ്ട് തന്നെ പ്രോട്ടോപ്ലാസം ബ്രൗണിയൻ മൂവ്മെന്റ്, അതുപോലെ അമീബോയിഡ് മൂവ്മെന്റ് ഇൻക്ലൂഡിംഗ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് അല്ലെങ്കിൽ സൈക്ലോസിസ് എന്ന് പറയും. അതെന്താന്ന് പറയാം. അപ്പൊ ബ്രൗണിയൻ മൂവ്മെന്റും അമീബോയിഡ് മൂവ്മെന്റും ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രോട്ടോപ്ലാസം. അങ്ങനെ ബ്രൗണിയൻ മൂവ്മെന്റും അമീബോയിഡ് മൂവ്മെന്റും ഒക്കെ എക്സിബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ വാട്ടറിനേക്കാളും വിസ്കസ് ആണ് നമ്മുടെ പ്രോട്ടോപ്ലാസം. അതുകൊണ്ടാണ് നമുക്ക് പറയാം. നമുക്കറിയാം ബ്രൗണിയൻ മൂവ്മെന്റ് ഈസ് ക്യാരക്ടറൈസ്ഡ്. ബ്രൗണിയൻ മൂവ്മെന്റും അമീബോയിഡ് മൂവ്മെന്റ് അതായത് സൈക്ലോസിസ് പോലത്തെ മൂവ്മെന്റ്സും ഒക്കെ എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ വിസ്കസ് നേച്ചർ ഓഫ് ദി പ്രോട്ടോപ്ലാസം. നമ്മുടെ വാട്ട് ആർ ദ കെമിക്കൽ നേച്ചർ ഓഫ് പ്രോട്ടോപ്ലാസം? പ്രോട്ടോപ്ലാസ്റ്റിന്റെ കെമിക്കൽ നേച്ചർ എന്താണ്? കെമിക്കലി പ്രോട്ടോപ്ലാസ്റ്റിനകത്ത് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. അതിനകത്ത് ഇനോർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മെയിൻ ആയിട്ട് വാട്ടർ. ഓർഗാനിക് കോമ്പൗണ്ട്സോ പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഡ്രൈ ആയിട്ടുള്ള, അതായത് നമ്മള് വാട്ടർ കണ്ടന്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള പ്രോട്ടോപ്ലാസ്റ്റില് 45% പ്രോട്ടീനും 25% കാർബോഹൈഡ്രേറ്റും 25% ലിപ്പിഡ്സും ബാക്കിയുള്ള സബ്സ്റ്റൻസും ആണ്. അപ്പൊ നമ്മളിതിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. പ്രോട്ടോപ്ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു, പ്രോട്ടോപ്ലാസ്റ്റിൽ ഈ പറഞ്ഞ കണ്ടന്റ് എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ ലിപ്പിഡും പ്രോട്ടീനും ഒക്കെ ചോദിച്ചാല് എന്തൊക്കെ എലിമെന്റ്സ് പ്രോട്ടീനിൽ കാണാം? കാർബൺ ഉണ്ടാവാം, ഓക്സിജൻ ഉണ്ടാവാം, നൈട്രജൻ ഉണ്ടാവാം, സൾഫർ ഉണ്ടാവാം, ഫോസ്ഫറസ് ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. ഇനി കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ മോണോസാക്കറൈഡ്സ്, ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉള്ള മോണോസാക്കറൈഡ്സ്. ഡൈസാക്കറൈഡ്സ് എന്ന് പറയുന്നത് സൂക്രോസ്, ലാക്ടോസ്, ഇതൊക്കെയുള്ള ഡൈസാക്കറൈഡ്സ്. പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാല് ഗ്ലൈക്കോജൻ. ഇനി പ്ലാന്റ്സിലാണെങ്കിൽ സ്റ്റാർച്ച്, ഇതൊക്കെ കാണാം. ലിപ്പിഡ്സ് ആണെങ്കിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉള്ള അതേ സാധനം തന്നെയാണ് ലിപ്പിഡ് എന്ന് പറയുന്നത്. ലിപ്പിഡിനകത്ത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉള്ള സാധനത്തിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്നും പറയുന്നത്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉള്ള സാധനത്തിനെയാണ് നമ്മൾ ലിപ്പിഡ് എന്നും പറയുന്നത്. പക്ഷേ the amount of oxygen is small in it. അതുപോലെ തന്നെ are associated with phosphates and sulfates. ഇനി നമ്മൾ ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് പ്രോട്ടോപ്ലാസ്റ്റിലുള്ളത്. നമ്മൾ അതിനെയൊന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നില്ല.
കാരണം അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ പ്രോട്ടോപ്ലാസം എന്താണ്, പ്രോട്ടോപ്ലാസിന് വേണ്ടി മാത്രമാണ് ഒരു ക്ലാസ് എടുത്തത്. പ്രോട്ടോപ്ലാസിന്റെ വിസ്കസ് നേച്ചർ, ബ്രൗണിയൻ മൂവ്മെന്റ്, അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലോ കൊളോയിഡൽ ആണ്. ബ്രൗണിയൻ മൂവ്മെന്റും അമീബോയിഡ് മൂവ്മെന്റും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോപ്ലാസിൽ നമ്മൾ കുറെ ആൾക്കാരുടെ പേരുകൾ പഠിച്ചു അല്ലെ. അതിൽ പ്രോട്ടോപ്ലാസം തിയറിയൊക്കെ നന്നായിട്ട് പഠിക്കുക. മാക്സ് ഷൂൾസിൽ നിന്നും മറക്കാതിരിക്കുക. നമുക്ക് ഇനിയും കാണാം. നന്ദി, നമസ്കാരം.